ഹലോ, ഗുഡ് ഈവനിങ് ചക്കരകളെ. ഇന്ന് ഞാനൊരു പ്രധാനപ്പെട്ടൊരു കാര്യം പറയാം. ഞാൻ ഓഫീസിലിരിക്കുവാണ്, പരിപാടിയൊക്കെ കഴിഞ്ഞ്. രാവിലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. എനിക്ക് വേറെ കുറേ പേഴ്സണൽ കാര്യങ്ങളുണ്ട്, അതിനൊക്കെ പുറകെ പോയിരിക്കുകയായിരുന്നു. ഇപ്പം ഞാനിപ്പോൾ ഒരു കാര്യം ഞാൻ ആലോചിച്ചൊരു കാര്യം പറയുവാണേ. നമ്മൾ ഈ കുട്ടികളെ വളർത്തുമ്പോൾ എനിക്ക് പറ്റിയൊരു അമളി, എനിക്ക് പറ്റിയത് നിങ്ങൾക്ക് പറ്റരുത്. ഇനി പറ്റിപ്പോയവരുണ്ടെങ്കിൽ ഇനി പറ്റാതിരിക്കാൻ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ട്, അവർക്ക് ഇത് പകർന്നു കൊടുക്കണം, അല്ലെങ്കിൽ സെൻഡ് ചെയ്ത് കൊടുക്കണം. അതായത് ഞാൻ ചെയ്തൊരു പരിപാടി, ഞാൻ ആദ്യം നിങ്ങൾക്കറിയാലോ, ആദ്യ വിവാഹം പരാജയത്തിലായിരിക്കുന്ന സമയത്ത് ഈ 2 കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞിട്ട് ഈ കുഞ്ഞുങ്ങളെ 2 പേര് രാവിലെ ജോലിക്ക് പോയി വൈകുന്നേരം വന്നാലും ഞാൻ ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തിയെന്നറിയോ? നിങ്ങൾ ശ്രദ്ധിച്ചോണം, എനിക്ക് പറ്റിയൊരു തെറ്റാണ്. നമുക്ക് കുറെ അന്ധതകളുണ്ട്. മക്കളോട് അമിത സ്നേഹം കൂടിയിട്ട് അന്ധത കുറെ കാണിക്കുന്നുണ്ട്. അവരുടെ ഭാവിയിൽ അത് നമ്മുടെ ആ അന്ധത നമ്മുടെ മക്കളുടെ ഭാവിയിൽ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് ഭയങ്കരമായ തടസ്സം സൃഷ്ടിക്കും. അത് ഞാൻ പറഞ്ഞുതരാം. ഞാനങ്ങനെ പറയാം, പിള്ളേർക്ക് ഭക്ഷണം വാരിയെ കൊടുക്കത്തുള്ളൂ, ഇവർ തിന്നാൻ സമ്മതിക്കത്തില്ല. സ്വന്തമായിട്ട് തിന്നൊക്കെ ചെയ്യും, എങ്കിലും ഞാൻ ഭക്ഷണം വാരി കഴിക്കും. പക്ഷേ എങ്കിലും ഇവരെ ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ കൂടെ ഉണ്ടെങ്കിൽ 2 പിള്ളേരെ എൻ്റെ ഒരു കയ്യിലും ഈ 2 കയ്യിലും ഇട്ട് കിടത്തി ഉറക്കുന്നത്. ഈ ഒട്ടപ്പോയാൽ ഈ 2 പേര് നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം, ബന്ധുക്കൾക്ക് അറിയാവുന്ന കാര്യം, ഇത് കണ്ടോണ്ടിരിക്കുവാണ്. അല്ലെങ്കിൽ വേണേ അവരൊന്ന് കമന്റ് ഇട്ടോട്ടെ, ഇനി സത്യമല്ലെങ്കിൽ. എവിടെ പോയാലും ഈ 2 പിള്ളേരെയും കൊണ്ട് ഈ നടക്കും. എവിടെ പോലും എന്നെ ഈ 2 പിള്ളേരോട്ടേ കാണുന്നുള്ളൂ. റെയിൽവേ സ്റ്റേഷനിൽ പോയാലും, ബസ്സിൽ കയറിയാലും, കാറിൽ കയറിയാലും, സിനിമാ തിയേറ്ററിൽ പോയാലും, പാർക്കിൽ പോയി എവിടെ ഈ 2 കുഞ്ഞുങ്ങളെ ചുമന്ന് ഈ നടപ്പാ ഞാൻ. പിന്നത്തെ ഒരു കാര്യം വെച്ചാൽ എപ്പോഴും വാരി കൊടുക്കും. പിന്നെ പിള്ളേരുടെ പുറകെ പിള്ളേർ പറയുന്ന എല്ലാം സാധിച്ചു കൊടുക്കും. അത് ഞാൻ എത്ര കഷ്ടപ്പെട്ടായിരിക്കാം, കടം മേടിച്ചായിരിക്കാം. പിള്ളേർക്ക് എനിക്ക് അതുകൊണ്ട് ഉണ്ടത്, പിള്ളേർക്ക് ഒന്നിൻ്റെ ബുദ്ധിമുട്ടറിയത്തില്ല. അതുപോലെ വേറെ കാര്യം, പിള്ളേരുടെ ഏറ്റവും നല്ല സുഹൃത്ത് ഞാനായിരുന്നു. ഇവർക്ക് പുറത്തൊരു സുഹൃത്ത് ബന്ധം ഉണ്ടാക്കാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. കാരണം എനിക്കതറിയാം, എനിക്ക് ഭർത്താവിൻ്റെ ഒരു സ്നേഹം കിട്ടിയില്ല. ഞാൻ ഒരുപാട് ആദ്യ വിവാഹത്തിൽ പരാജയമായതുകൊണ്ട് എനിക്കൊന്നും ഇനി അച്ഛനും അമ്മയൊന്നും ഇല്ലാതെ വന്നില്ല. അപ്പൊ എനിക്ക് അവരെയൊന്നും പൊതുവെ എനിക്ക് സ്നേഹം കിട്ടാത്ത ഒരാളായിട്ട് കംപ്ലീറ്റ് സ്നേഹവും ഈ പിള്ളേരിലേക്ക് അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്തു. പിള്ളേർക്ക് കൂട്ടുകാരിയായിരുന്നു ഞാൻ, അമ്മയായിരുന്നു ഞാൻ, എല്ലാ വിധത്തിലുള്ള ഒരാളായി മാറി ഞാൻ. ഈ പിള്ളേർക്ക് അതുകൊണ്ട് എന്താ പറയുക, ഈ മൂത്ത കൊച്ചും ഇളയ കൊച്ചും എങ്ങനെയാണെന്നറിയാമോ? ഇപ്പൊ തന്നെ ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞിട്ട് അമ്മ ഭയങ്കര മൂടോപ്പാ. അമ്മയ്ക്ക് ഇപ്പൊ എന്നെ ശ്രദ്ധിക്കാൻ സമയമില്ല. ഇപ്പൊ ഞാൻ ബോബനോട് ജീവിക്കുന്നു. ഇച്ചിരി സമയം ബോബന്റെ ഒപ്പം പോയി കഴിഞ്ഞാൽ അമ്മ ഭയങ്കര മൂടോപ്പാവും. അവളെ ഉപേക്ഷിച്ചു പോയി എന്നൊക്കെ അവൾക്കൊരു തോന്നല്. ഞാൻ കല്യാണം കഴിച്ച് കൊടുക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു പയ്യനോട് പ്രേമിച്ചോറ് അവനെങ്കിലും ഉറുമ്പടക്കം കയറി സ്നേഹിക്കുന്നു. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും തെക്കുവടക്ക് നടക്കാൻ സമ്മതിക്കത്തില്ല. ഓവർ സ്നേഹം. കാരണം എന്താ, നമ്മളിങ്ങനെ സ്നേഹിച്ചവരെ വഷളാക്കി കളഞ്ഞ് ഇവർക്ക് ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാൻ പറ്റാത്ത വിധത്തിലേക്ക് ഞാൻ ആക്കിയിട്ടുണ്ട്. അത് എനിക്കറിയാൻ വയ്യായിരുന്നു. പേരന്റിങ് എന്താണെന്ന് ഇപ്പൊ ആണ് ഞാൻ ചിന്തിക്കുന്നത്. ഇങ്ങനെയൊന്നും അല്ലായിരുന്നു മക്കളെ വളർത്തേണ്ടത്. അവര് സ്വന്തം കാലിൽ നിൽക്കാൻ നമ്മളെ അവരെയൊന്ന് കൂട്ടുകാരുടെ കൂടെ വിടണമായിരുന്നു. ഇത് എവിടെയെങ്കിലും കൂട്ടുകാരുടെ പോയി വിളിച്ചു ഇവിടെ പോയി എന്നുകൊണ്ട് വെപ്രളം പിടിച്ച് പോയി തല്ലി വിളിച്ചോണ്ട് വരും. മനസ്സിലായ? ഞാനത് തല്ലും, ദേഷ്യപ്പെടും ഒക്കെ ചെയ്യുന്നുണ്ട്. എല്ലാ ജോലിയും എൻ്റെ കൂടെ അവരെ പങ്കെടുപ്പിക്കും. അവർ നന്നായി കുക്ക് ചെയ്യും, നന്നായി പഠിക്കും, നന്നായി വീട് അലങ്കരിച്ച് വെക്കും. നല്ല കുട്ടികളാണ്, എല്ലാം ഓക്കെ. പക്ഷേ ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കത്തില്ല. ഇപ്പൊ തന്നെ കല്യാണം കഴിച്ചോളൂ. അമ്മ പറയുന്നതാണ്, ആരെയും വിശ്വാസമില്ല. മൂത്ത കൊച്ചിന് അവളെ ഇങ്ങനെ ചിറകിൻ്റെ അടി വെക്കുന്ന ഒരു ഭർത്താവിനെയാണ് കിട്ടിയിരിക്കുന്നത്. അവൾക്ക് ഒറ്റക്ക് ഇപ്പൊ അവരുടെ വീട്ടിൽ അമ്പുജാമേനെയൊക്കെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ മരുമോന്റെ അമ്മേനെ അറിയാലോ. ആ ചേച്ചിക്കൊക്കെ എങ്ങനെയാന്ന് പറയാം, ഭർത്താവിന്റെ മക്കളെ കൈവിട്ട് നടക്കാൻ അറിയത്തില്ല. ഭർത്താവ് അത്ര കെയറിങ്. അവര് ഒരുപാട് കെയറിങ് നമ്മൾ ഭർത്താവിൻ്റെ അടുത്തുനിന്ന് കിട്ടിയാലും നമ്മൾ കൊള്ളത്തില്ല, മാതാപിതാക്കളെ കിട്ടിയാലും കൊള്ളത്തില്ല. ഇപ്പൊ ഒരു കെയറിങ് കിട്ടാത്തതുകൊണ്ട് ഞാൻ 4 കാര്യം നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ ഒരു കെയറിങ് കിട്ടാൻ ഉപകാരം ഞാൻ ഓർക്കുന്നത്. ഞാൻ തന്നെ ഇപ്പൊ ബോബനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പൊ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയ ഞാൻ. അതുകൊണ്ട് എന്റെ കാര്യങ്ങളെല്ലാം വന്നതേ പോകുന്നു. ബോബ പരാജയ ദിവസം ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു ഞാൻ. അപ്പൊ നമ്മൾ ഒറ്റയ്ക്കാണ് ശക്തി കൂടുതൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അതുപോലെ മക്കളെ വളർത്തുമ്പോൾ പറഞ്ഞു വന്ന കാര്യം പല സ്ഥലത്തോട്ട് പോകുന്നു. നിങ്ങൾ കേട്ടോണം, മക്കളെ വളർത്തുമ്പോൾ അവർ കൂട്ടുകൂടാൻ അനുവദിക്കണം. നല്ല കൂട്ടുകെട്ടാണെന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അവർക്ക് ഓവറായിട്ട് നമ്മൾ ചങ്ങലയും കൊണ്ട് ചെല്ലരുത് കൂട്ടിയിടാൻ വേണ്ടിയിട്ട്. അവർ പറക്കട്ടെ, ഈ ലോകം അവർ കാണട്ടെ. എല്ലായിടത്തും അവരെ അടങ്ങി ഒതുങ്ങി എന്ന് പറഞ്ഞ് പുറകെയില്ല. മഞ്ജു വാര്യർ പറഞ്ഞ കണക്ക് ചെറുക്കങ്ങൾ ഒതുക്കൂന്ന് പറഞ്ഞാൽ അവർ പറക്കത്തില്ല. പിന്നെ നമ്മുടെ 8 വട്ടത്തിൽ കിടക്കും. നമുക്ക് പിന്നെ തലവേദനയാവും സ്വന്തം കാലം നിൽക്കാത്തതുകൊണ്ട്. പറന്ന് പൊയ്ക്കോട്ടെ.
നമ്മളൊരു 18 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധിക്കുക വേണ്ടത് അവരുടെ തെറ്റും ശരി ഈ ലോകത്തുനിന്ന് പഠിച്ച് ശക്തരാകട്ടെ. നമ്മൾ അവരുടെ പുറകെ നടക്കരുത്. അതുപോലെ തന്നെ ഓവർ കെയറിങ് പിള്ളേർക്ക് കൊടുക്കരുത്. ഇത് കൊച്ചു കുട്ടികളെ വളർത്തുന്ന മാതാപിതാക്കളായിട്ടുള്ള നമ്മുടെ യുവജനങ്ങൾ ഇത് കാണണം. നമ്മൾ ഓവർ കെയറിങ് കൊടുക്കരുത്. കുട്ടികൾക്ക് എപ്പോഴും തിരിച്ചറിവായി കഴിഞ്ഞാൽ പാത്രത്തിൽ ഭക്ഷണം എടുത്ത് കൊടുക്കുക, അവർ കഴിച്ചോട്ടെ. പല പല ഭക്ഷണങ്ങൾ ഇട്ട് കൊടുക്കുക. ഡിസിപ്ലിൻ അപ്പം തന്നെ തല്ലണം. ഭിത്തിയിലൊക്കെ വരച്ച തല്ല് തന്നെ കൊടുക്കണം. തല്ലി വളർത്തിയ പിള്ളേർ ഭയങ്കര ഉത്തരവാദിത്വ ബോധവും ശ്രദ്ധയുമുള്ള പിള്ളേരായിരിക്കും. പിള്ളേർ അലസതയോടെ വളരാതിരിക്കണമെങ്കിൽ കറക്റ്റായ ശിക്ഷണം കൊടുക്കണം. എൻ്റെ മക്കളൊക്കെ ഭയങ്കര അലസര എന്നൊക്കെ പറഞ്ഞ സ്വഭാവമുണ്ട്. ഞാൻ ഒട്ടിച്ചടിച്ച് ആണ് അങ്ങനെ ശരിയാക്കി എടുത്തിട്ടുള്ളത്. പറയുമ്പോൾ തെറ്റാണ്, അയ്യോ അടിച്ച കുറ്റം, ടീച്ചർ അടിച്ച കുറ്റം, മാതാപിതാക്കൾ അടിച്ച കുറ്റം, ഉടനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റി, ഇതൊന്നും ശരിയല്ല. അങ്ങനത്തെ ഒരു തലമുറ വളർന്നു വരുന്നതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഈ കഞ്ചാവിൻ്റെ പുറകെ മറ്റേതിൻ്റെ പുറകെയൊക്കെ പോകുന്നത്. അങ്ങനെയല്ല, നമുക്ക് വേണം ശിക്ഷണം. പക്ഷേ ഒരു ഓവർ ആയിട്ട് അവരുടെ ശിക്ഷണത്തിൽ നല്ല കൂട്ടുകെട്ടാൻ അനുവദിക്കാത്തില്ല. അവരൊന്നും പുറത്തുപോയി ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കത്തില്ല. അവരൊന്നും ഒരു 8 മണി കഴിഞ്ഞ് വീട്ടിൽ കയറിയില്ലേ നമ്മൾ വഴക്കിടും. ഇങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം നമ്മൾ ഇവരുടെ അടിച്ച് പിന്നെ നമ്മൾ പിള്ളേർ ചോദിക്കുന്ന സാധനങ്ങൾ മേടിച്ച് കൊടുക്കരുത്. നിങ്ങൾ നമുക്കൊരു സ്വഭാവമുണ്ട്, നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ, നമ്മുടെ മക്കൾക്ക് കിട്ടട്ടെ നോക്കും. നമ്മൾ മേടിച്ചു കൊടുക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് എന്താ പറയുക, നമുക്ക് ഏതെങ്കിലും വിധത്തിലേക്ക് സാമ്പത്തികമായ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മളത് മേടിച്ച് കൊടുത്തില്ലെങ്കിൽ ഉടനെ അവർക്ക് നമ്മളോട് വൈരാഗ്യവും ദേഷ്യവും നമ്മൾ വല്ലാതെ റിയാക്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് തകർന്നു പോകും. മനസ്സിലായ? പിന്നെ ആവശ്യങ്ങൾ കൂടുകയും ചെയ്യും. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന നമ്മുടെ മക്കളോടുള്ള സ്നേഹം മൂലം നമ്മൾ ചെയ്തു പോകുന്ന അറിവില്ലായ്മയാണ്. ഒരിക്കലും അതൊന്നും അവരുടെ ഭാവിയിലേക്ക് ഉതകുന്ന കാര്യമേ അല്ല. അപ്പൊ പേരന്റിങ് നമ്മൾ ശ്രദ്ധിച്ചോണം. നമ്മൾ ഓവറായിട്ട് പിള്ളേരെ അവരുടെ കൂട്ടുകാരനും ഒക്കെ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പിള്ളേർ തന്നെ നമ്മളെ വിട്ട് നിൽക്കത്തില്ല. നമുക്ക് എവിടെയും പോലും സ്വാതന്ത്ര്യം ഉണ്ടാകും. നമ്മളെ പുറകെ നടക്കും പിള്ളേർ. എൻ്റെ 2 പിള്ളേരെ, മൂത്ത കൊച്ചിന് ആ ചെറുക്കൻ പയ്യൻ നല്ലപോലെ നോക്കുന്നത് കൊണ്ടാണ് അവൾ അവിടെ അടങ്ങി നിൽക്കുന്നത്. അല്ലെ അവൾ കാന്തം പോയി എൻ്റെ അടുത്തോട്ട് പോകുന്നതിന്. അതുപോലെ തന്നെ ഈ ഇളയ കൊച്ചി ഭയങ്കര പാടാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പം രണ്ടാമതൊരു ഫ്ലാറ്റിലേക്ക് പറയുന്നത് ഇവിടെ ഇച്ചിരി ഇവിടുന്ന് 2-3 സ്റ്റാഫിനെ കൂടെ ഇട്ടു, നല്ല ആൾക്കാരെ അവരെ സ്റ്റാഫായി ഇട്ടെടുക്കുമ്പോൾ അവളെ നോക്കിയേക്കൊന്ന് എന്നിൽ നിന്ന് കുറച്ചൊന്ന് മാറി നിൽക്കട്ടെ നോക്കിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ 24 hours അവളെ ഇന്ന് വിളിച്ചില്ലെങ്കിൽ അവർക്ക് ഭയങ്കര സങ്കടം. പിള്ളേർ ഭയങ്കര പുന്നാരം ഓവർ കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർ വഷളാവുകയെ. അതൊന്നും എനിക്ക് കുറേ പറയണമെന്ന് എൻ്റെ റിലേയും പോയിട്ടൊക്കെ. ഈ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് പുതുമോടി മുതൽ ചില ആണുങ്ങൾ ഭാര്യയെ ഭയങ്കര കെയർ ചെയ്ത് അതായത് ഒരു 20 വർഷം മാതാപിതാക്കളുടെ കീഴിൽ ജീവിച്ചൊരു സ്ത്രീ, 8 പൊട്ടും തിരിയാത്തൊരു പ്രായം, ജീവിതത്തെക്കുറിച്ചൊന്നും അറിഞ്ഞു വരുന്നതിന് ഒരു 20-21 വയസ്സാകുമ്പോൾ കല്യാണം കഴിച്ചൊരു ഭർത്താവിൻ്റെ പോയി കഴിയുകയാണ്. അപ്പോഴാണ് ഒരു 2 കുഞ്ഞുങ്ങളൊക്കെ ജനിച്ച് പാകതയും പക്വതയായി വരുന്നത്. പക്ഷേ ഈ ഭർത്താവ് പുറത്തൊന്നും വിടാതെ എല്ലാ കാര്യവും ഫുഡും വസ്ത്രവും അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരാളാകുമ്പോൾ ഈ സ്ത്രീ എന്താവും എന്നറിയാമോ? ഒരു 10-20 വർഷം കൊണ്ട് ഇവരെ ഒന്നിനും കൊള്ളാത്തവരായി തീരുകയാണ്. അതായത് എങ്ങനെയാണ്? പുറം ലോകമായിട്ട് ഇവർക്ക് മറ്റ് ഭർത്താവും മക്കളും, അതിൻ്റെ അപ്പുറത്തേക്ക് ഇവർക്കൊരു ലോകമില്ല. പെട്ടെന്ന് ഒരു 19 വയസ്സാകുമ്പോൾ ഭർത്താവ് അങ്ങ് മരിച്ചു പോവുകയാണ്. എന്തൊരു അറ്റാക്ക് അല്ലെങ്കിൽ ഒരു രോഗം വന്ന് മരിച്ചു. ഇവരെ പിരിഞ്ഞു പോയി ഇവർ പിന്നെയോ ശരിക്കും പറഞ്ഞ ഒരു 50 വയസ്സ് പറഞ്ഞാൽ നല്ല പ്രായമാണ്. ആ പ്രായത്തിൽ നമ്മുടെ രാജ്യത്താണ് ആ പ്രായം ഒരു വയസ്സ്, വാർദ്ധക്യം എന്നൊക്കെ പറയുന്നത്. വിദേശ രാജ്യങ്ങളിലൊന്നും അതൊരു വയസ്സും പ്രായമൊന്നും അല്ല. അപ്പോഴാണ് അവർ ജീവിതം ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ജീവിതം അവിടെ തീരുന്നതാണ് നമ്മുടെ ഒരു ചുറ്റുപാടുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. മാമൂലികൾ അങ്ങനെ ആക്കി കളഞ്ഞു നമ്മളെ. അതുകൊണ്ട് ഞാനീ പറഞ്ഞു വരുന്നത്, ഈ 50 വയസ്സിൽ ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീ പിന്നെ എന്താ ചെയ്യുന്നത്? അവർ വിധവ വേഷം കിട്ടുകയോ അല്ലെങ്കിൽ ഒറ്റപ്പെടുകയോ അല്ലെങ്കിൽ വീടിനുള്ളിൽ കുടുങ്ങിപ്പോവുകയോ ചെയ്യുകയാണ്. അല്ലെ എന്താ പറയുക, ഒന്നിനും കൊള്ളാത്തവരായി തീരുകയാണ്. പിന്നെ അവരെ മാറ്റുകയാണ്. അവർ തന്നെ സ്വയം മാറുകയാണ്. ഒന്നിനും കൊള്ളാത്തവർ. ഇനി എനിക്ക് എന്ത് എന്നുള്ളൊരു മൈൻഡിലേക്ക് ഒതുങ്ങിക്കൂടാൻ നോക്കുകയാണ്. ഞാൻ പറയുന്ന കാര്യമേ, അവർക്കൊരു ഈ ഭർത്താവ് പെട്ടെന്ന് നഷ്ടപ്പെട്ട സ്ത്രീക്കൊന്നും ബാങ്കിൽ പോകാൻ അറിയാൻ പറ്റില്ല, ഒന്ന് കടയിൽ പോകാൻ അറിയാൻ പറ്റില്ല, റോഡ് മുറിച്ച് കിടക്കാൻ അറിയാൻ പറ്റത്തില്ലായിരിക്കും. ഇങ്ങനെ കുറെ പേരുണ്ട്. നല്ല കുടുംബജീവിതം നയിച്ച ഒരുപാട് സ്ത്രീകളുണ്ട്. ഒറ്റയ്ക്ക് പിടിക്കാതെ ഒരു കൂട്ടില്ലാതെ നടക്കാൻ അറിയത്തില്ല, പിന്നെ റോഡ് ക്രോസ് ചെയ്യാൻ അറിയത്തില്ല, ഒരു ബാങ്കിൽ പോയി ചെക്ക് എഴുതാൻ വിദ്യാഭ്യാസമുള്ളവരാണ്. ചെക്ക് എടുത്തിട്ട് എവിടെ എഴുതണം, എവിടെ ഒപ്പിടണം, എവിടെ സൈൻ ചെയ്യണം എന്നൊന്നും അറിയാൻ പറ്റാത്ത കുറെ ആളുകളെ എനിക്കറിയാം. പിന്നെ കടകളിൽ പോകാൻ അറിയത്തില്ല, മാർക്കറ്റിൽ പോകാൻ അറിയത്തില്ല, ഒരു വണ്ടി ഇങ്ങനത്തെ യൂബർ ബുക്ക് ചെയ്യാൻ അറിയത്തില്ല, ഒരു ഹോസ്പിറ്റലിൽ പോകാൻ അറിയത്തില്ല. എങ്ങനെയാണ് ഒരു ഹോസ്പിറ്റലിൽ ചെന്നാൽ എന്ത് ചെയ്യണം, അവിടുത്തെ ഒരു ഫോം എടുത്ത് എങ്ങനെ പൂരിപ്പിക്കണം, എങ്ങനെ ഒരു ഹോസ്പിറ്റലിലേക്ക് ഫസ്റ്റ് കയറി ചെല്ലണം, ഏത് ഡോക്ടറെ കാണണം, ഏതിലൊക്കെ ആരാണ്, ഇതൊന്നും അറിയാത്ത ഒരുപാട് വിദ്യാസമ്പന്നരായിട്ടുള്ള ഒരു സ്ത്രീകളുണ്ട്. എന്താ ഭർത്താവ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇവർക്ക് അറിയത്തില്ല, പോഴത്തികളായി പോകേണ്ടവർ വെറുതെ അങ്ങനെയുണ്ട്. ഇതൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. ഞാനിപ്പോൾ ഇതൊക്കെ ഒന്ന് ഉൾപ്പെടുത്താൻ നോക്ക്. അപ്പോൾ നിങ്ങളുടെ ആരെങ്കിലും
ഉണ്ടാകുന്നത്. ശ്രദ്ധിച്ചു നോക്കും. ഭർത്താവ് പെട്ടെന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അന്ന് വരെ അവരുടെ കയ്യും പിടിച്ച് നടന്നവരാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവരുടെ വേർപാട് ഇവരെ ജീവിത പടുകുഴിയിലേക്ക് എടുത്തെറിയുന്ന കണക്കാണ്. ഒരിക്കൽ ഇപ്പം ഞാൻ കേൾപ്പട്ടെ, എനിക്കറിയാവുന്ന കുറച്ച് പേരുണ്ട് ഇങ്ങനെ ഭർത്താവിൻ്റെ കയ്യും പിടിച്ച് നടന്നവരാ. ഭർത്താവ് നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ മാനസികമായി ഡൗണായി എല്ലാത്തിലും തകർന്ന് ഇനി എന്തിനു ജീവിക്കണമെന്ന പരിപത്തി ജീവിക്കുന്ന കുറേ സ്ത്രീകളെ എനിക്കറിയാം. അന്ന് വരെ അവരുടെ ഭർത്താവ് കരണ്ട് ചാർജ് അടച്ചിട്ടില്ല, ഗ്യാസ് എടുത്തിട്ടില്ല, അവര് അതൊന്നും അവർക്ക് അറിയത്തില്ല. പിന്നെ ബാങ്കിൽ പോയിട്ടില്ല, അവര് മരുന്ന് മേടിക്കാൻ പോയിട്ടില്ല, അവര് പുറത്തു പോയിട്ടില്ല, ഒറ്റയ്ക്ക് ഒരു ഓട്ടോറിക്ഷയിൽ കയറാൻ അറിയത്തില്ല, ഒറ്റയ്ക്ക് ഒരു കാറിൽ കയറി പോയാൽ അറിയത്തില്ല, ഒന്നും അറിയാത്ത ഒരുപാട് പേരുണ്ട്. ഇതുകൊണ്ടൊക്കെ ഞാൻ പറഞ്ഞറിയാവാ, നമ്മൾ ഇതെല്ലാം സ്വയം ചെയ്യണം. സ്വയം ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ശക്തരാകത്തുള്ളൂ. അപ്പൊ നമുക്കിത് ചെയ്തതിന് ആരുമില്ലെന്ന് കാണുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് അയ്യോ എനിക്ക് ആരുമില്ലെന്നല്ല. നമ്മൾ എല്ലാവരും ഉള്ളപ്പോൾ തന്നെ നമ്മൾ അതിനായിട്ട് മുൻകൈ എടുക്കണം. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അയ്യോ എനിക്കൊരു ടാക്സി പിടിക്കാനോ ഈ ഇന്ത്യയിൽ എവിടെ യാത്ര ചെയ്യാനോ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ അറിയാം. എവിടെ പോകുന്നതിലും എനിക്ക് പേടിയില്ല. ട്രെയിൻ യാത്ര ചെയ്യാനാണേലും, ട്രെയിൻ ബുക്ക് ചെയ്യാനാണേലും, ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാനാണേലും, ഒരു ബാങ്കിൽ പോകാനാണേലും, എന്ത് കാര്യത്തിനും എനിക്കറിയാം. അത് എനിക്ക് വിദ്യാസമ്പന്നയായതുകൊണ്ടല്ല, എൻ്റെ കഴിവാണത്. എനിക്കത് വേണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പം ഡ്രൈവിംഗ് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൂടെ വേണമെന്ന് എനിക്ക് തോന്നിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ വണ്ടി ഓടിച്ച് കാണിക്കുമ്പോൾ നിങ്ങൾ കണ്ടാൽ മതി. അപ്പം നമുക്ക് വേണമെന്ന് വിചാരിച്ചാൽ എല്ലാം ആകും. ഇപ്പൊ ഇങ്ങനൊരു പ്രസ്ഥാനം ഉണ്ടാക്കിയെടുത്തത് പോലും അങ്ങനെയാണ്. നമുക്ക് വേണം. ബോവന്റെ അസാന്നിധ്യത്തിലാണ് ഇത് ഉണ്ടാക്കിയെടുത്തത്. ബോബൻ കൂടെ ഉണ്ടായിരുന്ന ബോബനെല്ലാം ചെയ്തതെന്ന് നിങ്ങൾ കാണുന്നവരും വിശ്വസിക്കും. ഇതൊന്നുമില്ല, ആരുമില്ല, എൻ്റെ ഒരൊറ്റ പ്രയത്നമാണ്. ബോബൻ പോലും ഇവിടെ വന്ന് ബോബറെ എനിക്ക് തെക്ക് വടക്ക് അറിയുമെന്ന് ഇങ്ങനെ ചെയ്തോ എന്നാണ് ചോദിക്കുന്നത്. മനസ്സിലായി? അത്രയ്ക്ക് കാര്യങ്ങൾ ഞാൻ അടുപ്പിച്ചത്. അപ്പൊ ഞാൻ വെറും 10ാം ക്ലാസ്സുകാരിയില്ല, 10ാം ക്ലാസ്സിൽ തോറ്റ സ്ത്രീയാണ് ഞാൻ. അപ്പൊ എനിക്കിത് സാധിക്കും. അപ്പം വിദ്യാഭ്യാസം ഉള്ളവരുടെ കാര്യം എന്ന് ചോദിച്ചാൽ വിദ്യാഭ്യാസമുള്ള ഒരുപാട് മണ്ടികൾ എൻ്റെ മുമ്പിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ജീവിതം വെറുതെ മിസ്യൂസ് ചെയ്ത് കളയുന്നത്, സമയം കളയുന്നത്. അങ്ങനെയുള്ളവരോട് ഞാൻ പറയുകയാണ്, ഇതൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നത്. ആരെയും കുറ്റപ്പെടുത്താനാ അല്ല ഞാൻ വലിയ ആളുകൾ അങ്ങനെയൊന്നും അല്ല. നമ്മളിൽ ഉണ്ട് ഇതെല്ലാം, നമുക്ക് വേണം ഇതെല്ലാം. പിന്നെ ഒരു കാര്യം, വേറൊരു കാര്യം പറയാം. കുറെ പേര് സാമ്പത്തിക ബാധ്യതയുള്ളവർ എന്നോട് സംസാരിക്കുന്നു. ഈ സാമ്പത്തിക ബാധ്യത, കടമെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ ഞാൻ കുറച്ച് ബാധ്യതകളിലൂടെയാണ് നിൽക്കുന്നത്. പക്ഷെ ഈ ബാധ്യത എന്നെ സംബന്ധിച്ചുള്ള ഒരു ഊർജ്ജമാണ്. ഈ ബാധ്യത ഇല്ലാതെ ഞാൻ പണമെല്ലാം അക്കൗണ്ടിൽ നിറഞ്ഞ് എല്ലാം സെറ്റായിട്ടിരുന്നൊരു ഞാനിങ്ങനെ സ്ഥാപനം ഒരിക്കലും വിടത്തില്ല. എവിടെയെങ്കിലും തിന്നു കുടിച്ച് നിറച്ച് ഈ ഫോണും കുത്തിയിരുന്ന എൻ്റെ സമയവും കളഞ്ഞ് ഞാൻ നരകിച്ചേന. ഇപ്പൊ ഞാൻ നരകിക്കല്ല, ജീവിതം ആസ്വദിക്കുകയാണ്. എനിക്ക് കുറച്ച് പേര് ഇൻവെസ്റ്റ് ചെയ്തത്, എനിക്ക് അവർക്കൊരു വിഹിതം കൊടുക്കണം. അപ്പൊ അവരുടെ ഒരു പ്രാർത്ഥന എടുത്തത് അവർ കാത്തിരിക്കുകയാണ് എല്ലാ മാസവും അത് കിട്ടാൻ വേണ്ടിയിട്ട്. അതൊരു എനർജിയാണ്. ഞാൻ അവർക്കത് കൊടുക്കുമ്പോൾ എനിക്കൊരു എനിക്കൊരു പവർ ഉണ്ടാകുകയാണ്. അവർക്ക് മാസം അവർക്ക് അത് കൊടുക്കുമ്പോൾ എനിക്കൊരു എനർജി. പിന്നെ ഇത് വിപണിയിൽ എത്തിച്ച് എല്ലാവരും കൊള്ളാന്ന് പറയുന്ന കേൾക്കുന്ന ഒരു കമന്റ് കേൾക്കുമ്പോൾ ഒരു ഇൻട്രസ്റ്റ്, ഞാൻ ഉയരാനുള്ള ഒരു ആവേശം കിട്ടുകയാണ് എനിക്ക്. ഈ കടം ഇതിനെയൊക്കെ ഒരു പോസിറ്റീവായിട്ട് കാണുക. കടവും ഇതൊക്കെ വരുമ്പോഴാണ് നമ്മുടെ ജീവിതം സ്ട്രോങ് ആകുന്നത്. നമ്മൾ കൂടുതൽ പ്രവർത്തിക്കുന്ന, നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ പുറത്തു വരിക, നമ്മൾ കൂടുതൽ പണം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ആക്റ്റീവ് ആകുക. മനസ്സിലായി? കുറച്ച് പൈസ എല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് സന്തോഷം വരത്തില്ല. ഇടയ്ക്കൊരു കുറച്ച് പൈസ വന്ന് നമുക്ക് എല്ലാം കഴിഞ്ഞിട്ട് മിച്ചം പിടിക്കുമ്പോൾ അത് കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുക. അങ്ങനെ വേണം. അതാണ് നല്ലത്. അല്ലാതെ കടത്തിന് ശക്തമായിട്ടൊന്നും കാണണം. കടം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് നമ്മൾ ആക്റ്റീവ് ആകുന്നത്. അപ്പോഴാണ് നമ്മുടെ ഉള്ളിലെ കഴിവുകൾ പുറത്തെടുക്കുന്നത്. നമുക്ക് കാശുണ്ടാക്കാൻ കൂടുതൽ പോസിറ്റീവ് ചിന്തകൾ ഉണ്ടാകുന്ന മൈൻഡ് ഉണ്ടാകും. നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി എങ്ങനെ അവരുടെ കടം വേണം, എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടാം എന്നൊരു. അപ്പൊ എന്ത് ചെയ്യണം എന്നൊരു ചിന്ത. അല്ല വെറും പിണ്ണാക്കായി പോകും നമ്മുടെ തലയിലിരിക്കുന്ന തലച്ചോറൊക്കെ. അതുകൊണ്ട് മനസ്സിലാക്കുക, കടം ശത്രുവല്ല, കടം മിത്രം തന്നെയാണ്. കടം വരണം ജീവിതത്തിൽ. എങ്കിൽ മാത്രം നമ്മുടെ ജീവിതത്തെ പഠിക്കത്തുള്ളൂ, നമ്മുടെ ജീവിതം വേണ്ട വിധം ജീവിതത്തിൽ വിനിയോഗിക്കത്തുള്ളൂ, നമ്മൾ ഉശിരും ഉള്ളവരാകത്തുള്ളൂ, ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കത്തുള്ളൂ, നമുക്കൊരു ഊർജ്ജസ്വലത ഉണ്ടാകത്തുള്ളൂ. ഈ കടം വീടാൻ വേണ്ടി നമുക്ക് എനർജി ഉണ്ടാകും, ബുദ്ധി ഉണ്ടാകും. അതുകൊണ്ട് അത് ശത്രുവല്ല, അത് ഓർത്ത് വിഷമിക്കുകയല്ല വേണ്ടത്. ഈ കടം വീടണം, നമുക്ക് സുഖമായി ജീവിക്കണം. ഇതിനൊക്കെയുള്ള പണം ഈ ഭൂമിയിലുണ്ട്. ഇത് എല്ലായിടത്തും ഈ പ്രപഞ്ചത്തിൽ ദൈവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കണ്ടുപിടിച്ച് നമ്മളിലേക്ക് കൊണ്ടുവന്ന് സുഗമമായി ജീവിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിനാണ് നമുക്ക് കടം തന്നിരിക്കുന്നത് കേട്ടാ. അപ്പൊ അതൊരു കുറ്റമല്ല, അതൊരു ശാപമല്ല, അതൊരു നല്ല കാര്യമായിട്ട് ഇന്ന് മുതൽ കാണാൻ നോക്കുക. നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക, പോസിറ്റീവ് ചിന്തിക്കുക, നന്നായി പ്രാർത്ഥിക്കുക, നന്നായി നമുക്ക് വേണ്ടി ജീവിക്കുക, ജീവിതം ആസ്വദിക്കുക. എപ്പോഴും ഇതും പറഞ്ഞ് വിലപിച്ചുകൊണ്ടിരിക്കാതിരിക്കുക കേട്ടോ. ഓക്കെ.